പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അല്പസമയം മാത്രമേ വചന പ്രഘോഷമുള്ളൂ. അതിനാൽ നമുക്ക് നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം കേട്ട് ആരാധനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങൾ കേട്ടതിലെ ആ 15 ആടുള്ള ജോയിച്ചേട്ടൻ്റെ സാക്ഷ്യം കേട്ട് നല്ല ഒരു വലിയ ഹൃദയമായ സാക്ഷ്യമാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതായിരുന്നു. ജോയിച്ചേട്ടൻ്റെ സാക്ഷ്യം ഇപ്പോഴും കർത്താവ് നമ്മുടെ ജീവിത മണ്ഡലങ്ങളെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുവെന്നുള്ളതാണ്. എന്താണ് കുഴപ്പം? ആട് പ്രസവിക്കാൻ നേരത്തെല്ലാം അതിൻ്റെ മാശുൾപ്പെടെ പ്ലാസൻ്റ പുറത്തു വരും. പ്രസവിക്കാൻ നേരത്തല്ല, ഇത് നേരത്തെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം കർത്താവുമായി ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ മാധ്യമമായ അടയാള തൈലം, വിശ്വാസത്തിൻ്റെ അടയാളമാണ് ആ തൈലം. തൈലമല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാ സുഖപ്പെടുത്തുന്നത്? ആരാ വിശ്വസിച്ചത് ചെയ്യുന്ന മാധ്യമമായി ചെയ്യുന്നുവോ ആ കർത്താവാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം അത് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ വിശ്വാസം ആ സമയത്ത് അപ്ലിക്കേറ്റ് ചെയ്യണം. അപ്ലൈഡ് ഫെയ്ത്ത്. വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം പ്രകടിപ്പിക്കാനുള്ളതാണ്, അല്ലേ? വിശ്വാസം എന്തിനുള്ളതാണ്? പ്രകടിപ്പിക്കാൻ. ബൈബിൾ അതിനെ ഏറ്റുപറയുക എന്നാണ് പറയണത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ വിശ്വാസം എന്തിനുള്ളതാ? ഏറ്റുപറയാനുള്ളതാണ്. ഇപ്പോൾ എപ്പോഴാണ് വിശ്വാസം നമ്മൾ ഏറ്റുപറയണത്? നമ്മൾക്ക് വിശ്വാസം ഏറ്റുപറയാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ദൈവം തരണത്. എന്തിനുള്ളതാണത്? ദൈവത്തിനെ അവിടെ കക്ഷി ചേർക്കാനുള്ളതാണ്. വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് ദൈവം അതിൽ പങ്കെടുക്കേണ്ടത്. ശ്രുതികട ഹല്ലേലൂയ. വിശ്വാസം ഏറ്റുപറയാനോ ജീവിക്കാനോ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. യേശുവേ ആരാധന. കർത്താവേ വിശ്വാസം ഏറ്റുപറയാൻ, വിശ്വാസത്തിൽ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേക വചനങ്ങളാൽ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ആടുമാടുകളെ അത് ആദ്യത്തെ പ്ലാസൻ്റെ എല്ലാം തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് പ്രിമിച്ചോറായി വന്ന എല്ലാ പ്ലാസൻ്റായും അകത്തേക്ക് കയറിപ്പോകും. പിന്നീട് പ്രസവിക്കുമ്പോൾ ഒറ്റ പ്രസവത്തിൽ 4 കുഞ്ഞുങ്ങളെ കിട്ടും. അത് കുറച്ച് അസ്വാഭാവികമാണ്. 60% ആടുകളും 3 കുഞ്ഞുങ്ങളെ വരെ കിട്ടും. 4 കുഞ്ഞുങ്ങൾ ഇത്തിരി അസ്വാഭാവികമാണ്. അപ്പം കർത്താവ് ആ മേഖല അനുഗ്രഹിക്കുകയാണ്. ശരിക്കും നീ ഏത് മേഖലയിലാണ് നീ ഇതുകൊണ്ടാണ് നീ സപ്പോർട്ടീവായി നീ ജീവിച്ചു പോണത്, ആ മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുക. അത് ആദ്യകാലം മുതലേ ദൈവം നൽകിയ ഉടമ്പടിയുടെ വാഗ്ദാനപ്രകാരം മനുഷ്യരാശി അവകാശമാക്കിയ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. നിൻ്റെ കാലിക്കൂട്ടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നമ്മൾ നിയമാവർത്തനം വായിക്കുമ്പോൾ 28 വായിക്കുമ്പോൾ 4 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ നിൻ്റെ കാലിക്കൂട്ടങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. അതായത് ജീവിത മേഖല, തൊഴിൽ മേഖല എല്ലാം ദൈവതിരുസന്നിധിയിലെ അനുഗ്രഹം ആദ്യം മുതലേ നമുക്ക് ലഭിച്ച വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വാഗ്ദാനം ആരാണ് പ്രാപിക്കുന്നത്? വിശ്വാസം
പ്രഖ്യാപിക്കുന്നവർ. അത് എപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടിയോ ഒരു കാരണവശാലും സൂര്യൻ തണുത്തു പോണത്രയും കാലം ഉടമ്പടിയെ മാറ്റാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ അത് പദ്ധതിയാണത്. അത് ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചത് കാരണം ഇസ്രയേലിൻ്റെ ആദിപിതാവ് യാക്കോബ്, അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, ഏശാവും ഉണ്ടായിരുന്നു, യാക്കോബും ഉണ്ടായിരുന്നു. അപ്പോൾ യാക്കോബിൻ്റെ കന്നുകാലിക യാക്കോബ് ലാബാനുമായിട്ട് പിരിയുമ്പോഴുണ്ടാകുന്ന കുറേ സങ്കടങ്ങളുണ്ട്. എന്താ? അവൻ 20 കൊല്ലം ലാബാൻ എൻ്റെ അമ്മായിയപ്പന് വേണ്ടി ജോലി ചെയ്തതാണ്. പക്ഷേ 20 കൊല്ലം ജോലി ചെയ്തപ്പോൾ ലാബാൻ്റെ കന്നുകാലികൾ വളർന്ന് യാക്കോബ് തിരിച്ചു പോരാൻ നേരത്ത് ഒന്നുമില്ലാത്തവനായിപ്പോയി. അപ്പോഴേ യാക്കോബ് പറയുന്നുള്ളൂ, നിങ്ങളെന്നെ ചതിക്കുകയാണ് ചെയ്തതെന്ന്, അല്ലേ? അപ്പോൾ ബൈബിൾ പറയും എന്താണ്? മകനെ, മനുഷ്യന്മാരെ ചതിച്ചാലും ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചതി ഒരു ചതിയല്ലെന്ന്. കൈ ഇടിച്ച് കിടത്താണ് യേശു. അവന് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വിശ്വാസി കേൾക്കുന്നുണ്ടോ? നിന്നെ ഓഫീസിൽ ചതിക്കാം, നിൻ്റെ സഹോദരങ്ങളെ ചതിക്കാം, നിനക്ക് കിട്ടേണ്ട ഓഹരി തട്ടിയെടുക്കാം. അപ്പോൾ നീ ദരിദ്രരായി മാറാം, നിന്നെ വഞ്ചിച്ചവർ പ്രബലന്മാരായി മാറാം. അപ്പോൾ നിനക്ക് അവരോട് കടുത്ത വൈരാഗ്യം തോന്നാം, മത്സരം തോന്നാം. നിൻ്റെ ജീവിതം തന്നെ എന്തെങ്കിലും കാലത്ത് അവരെ ഒതുക്കണമെന്നുള്ള ലക്ഷ്യം വെക്കാം. ഇങ്ങനെ വരച്ചിട്ട പരിപാടികളെല്ലാം റദ്ദ് ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. നീ ഏതെങ്കിലും വിധത്തിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളെ വേറെ ആൾക്കാർ വിവാഹം കഴിച്ചുകൊണ്ട് പോകാം. അപ്പോൾ നീ വിചാരിക്കും ഇനി എനിക്ക് കെട്ടുകയേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുകയാണ്. അതെല്ലാം നീ അവസാനിപ്പിക്കാൻ കർത്താവ് ആവശ്യക്കാരും കണ്ണീരോടെ യഹോവയോട് പറഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. വരയുള്ള ആടുകളും പുള്ളിയുള്ള ആടുകളും നിനക്ക് ഓഹരിയാകും എന്ന് പറയുന്ന സമയത്ത് ലാബാൻ പറഞ്ഞു, നിൻ്റെ ഓഹരി ഇനി ഈ മാസം മുഴുവനും പ്രസവിക്കാൻ പോകുന്ന വരയുള്ള ആടുകളായിരിക്കുമെന്ന് പറയും. അടുത്ത മാസം ലാബാൻ പറയും, ഇനി നിൻ്റെ ഓഹരി പ്രസവിക്കാൻ പോകുന്ന പുള്ളിയുള്ള ആടുകളായിരിക്കുമെന്ന് പറയും. അതെന്ത് ചെയ്യണമെന്നുള്ള കാര്യം സ്വപ്നത്തിൽ യാക്കോബിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും, അല്ലേ? അതെല്ലാം നമ്മൾ ബൈബിളിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ഈ യാക്കോബിൻ്റെ ഓഹരികളെ കർത്താവ് ആ മാസം മുഴുവനും വരയുള്ള ആടുകളാണെങ്കിൽ വരയുള്ള ആടുകളെ തന്നെ പ്രസവിക്കുന്നത് കർത്താവ് ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവ് ഇടയാക്കണതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു രീതിയുണ്ട്, കർത്താവ് ഇടയാക്കിയെന്ന്. ബൈബിള് പൊതുവെ ആവർത്തിച്ച് പറയുന്നതാണ് കർത്താവ് ഇടയാക്കി. മനുഷ്യൻ വല്ലതും ഇടയാക്കാം, അതിൻ്റെ പുറകെ നീ തൂങ്ങരുത്. മറിച്ച് നിന്നെ ഉയർത്തണതും നിലനിർത്തണതും ആരാണ്? നിന്നെ ജനിപ്പിച്ചവനാണ്. അവനെ ഇടയാക്കിയാൽ തടുക്കാൻ പറ്റത്തില്ലെന്ന്. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അതിശക്തമായ അഭിഷേക വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ യാക്കോബ് സമ്പത്തിൽ വളർന്ന അപ്പോൾ യാക്കോബിൻ്റെ മനസ്സിൽ ഒരു പേടിയുണ്ടായിരുന്നു. ആരെങ്കിലും എന്തിനെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും പേടിയുണ്ടാകണം. യാക്കോബിൻ്റെ പേടി എന്തായിരുന്നു? എന്നായാലും ഏശാവിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ പേടും, അന്ന് അവൻ എൻ്റെ കഥ കഴിക്കും. എന്താ കാര്യം? അവൻ്റെ കടിഞ്ഞുള്ള അവകാശം തട്ടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ കടന്നു കളഞ്ഞത്. അവന് ദൈവദത്തമായ ഓഹരി അനുഗ്രഹ അവകാശങ്ങളെല്ലാം അടിച്ചു മാറ്റി.
അമ്മയോട് ഒപ്പിച്ച് നിന്നുകൊണ്ട്. കർത്താവ് വന്നപ്പോൾ യാക്കോബിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല. നിക്കോദേമോസിനെ കണ്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ മറ്റേ ഇസ്രയേലിയൻ ഇത്തിരി തരികിട പാർട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നിക്കോദേമോസിനെ കണ്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? യാക്കോബിന് ഇസ്രയേൽ എന്ന് പേരുണ്ടല്ലോ, പക്ഷേ നിക്കോദേമോസിനെ കർത്താവ് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ. അപ്പോൾ മറ്റേ ആൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. കാര്യം ഈ ഡ്യൂപ്ലിക്കേറ്റ് കാളി കുറേ കയ്യിലുള്ളെങ്കിലേ ദൈവം എന്നും ഡ്യൂപ്ലിക്കേറ്റായിട്ട് തന്നെ കരുതും. അവൻ ഏത് വലിയ ആളായാലും ശരി. അത് നമ്മളെപ്പോൾ ഓർക്കണം. നിക്കോദേമോസ് യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനെ കണ്ടപ്പോൾ എന്താ ഈശോ പറഞ്ഞത്? എ ട്രൂ ഇസ്രയേലൈറ്റ്, ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ ഇസ്രയേലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിനാണ് അതിൻ്റെ പേര്. പക്ഷേ ഈശോൻ്റെ കാലം വന്നപ്പോൾ ഇസ്രയേലിന് യഥാർത്ഥം എന്നുള്ള പേര് കൂടി ചേർത്ത്. ചതി ചെയ്യണവന് യഥാർത്ഥ വ്യക്തിയായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സ്പിരിറ്റ് അതാണ്. ഉടമ്പടി നിബന്ധനകളില്ലേ ഇല്ലേ? ഈ നിബന്ധനകളെല്ലാം എവിടുന്ന് വന്നതാണ്? കർത്താവിൻ്റെ കൽപ്പനകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ചതിക്കരുത് എന്നല്ലേ യാക്കോബിനെ കാണുമ്പോൾ, നിക്കോദേമോസിനെ കാണുമ്പോൾ യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ എന്ന് പറയണത്. എൻ്റെ അർത്ഥം എന്താണ്? ചതിക്കരുത്, ചതിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അന്യൻ്റെ വസ്തു മോഹിക്കരുത്, ഹസ്ബൻഡിനെയോ വൈഫിനെയോ മോഹിക്കരുത്. ഇങ്ങനെ കുറേ അരുതായ്മകൾ കർത്താവ് നൽകുന്നതിൻ്റെ പിന്നിൽ എന്താണ് എൻ്റെ സ്പിരിറ്റ്? വാട്ട് ഇസ് ദ സ്പിരിറ്റ് ഓഫ് ദി കമാൻഡ്മെൻറ്റ്? എന്താണത്? നീ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ 10 ഇരട്ടി തരാൻ എനിക്ക് കഴിയും. അതാണ് സംഭവം. ചതിച്ചുണ്ടാക്കുന്നതിനേക്കാൾ, മോഷ്ടിച്ചുണ്ടാക്കുന്നതിനേക്കാൾ, മറ്റ് പല മാർഗങ്ങളിലൂടെ ആത്മാവിനെ പണയം വെച്ചുണ്ടാക്കുന്നതിനേക്കാൾ ഇരട്ടി തരാൻ എനിക്ക് കഴിയും. യു ഡിപ്പെൻഡ് ഓൺ മീ. എന്നിൽ ആശ്രയിക്കാൻ കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ചേട്ടായിയെ ചതിച്ചത് കാരണം ചേട്ടായി പണ്ടേ വേട്ടക്കാരനാണ്. യാക്കോബ് ഒരു കർഷക മനസ്സുള്ള ആളാണ്. ചേട്ടായി വേട്ടക്കാരനായത് കാരണം എന്നെങ്കിലും താനും വേട്ടയാടപ്പെടുമെന്നുള്ളത് യാക്കോബിന് പേടിയുണ്ട്. അപ്പോൾ എന്ന് യാക്കോബ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ചേട്ടായിയെ അമീക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്നേഹപൂർവ്വം ചേട്ടായിയെ സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് യാക്കോബ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. യാക്കോബിൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും കളഞ്ഞിരുന്നത് ഭാവിയിൽ എന്നായാലും ചേട്ടായുമായിട്ടൊരു മൽപ്പിടുത്തം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. ആ മൽപ്പിടുത്തത്തിന് പറ്റുന്ന രീതിയിൽ തന്നെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ബൈബിൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യാക്കോബ് വിചാരിച്ച തരത്തിലുള്ള മൽപ്പിടുത്തം ഉണ്ടായി. പക്ഷെ ഉണ്ടായത് ചേട്ടായുമായിട്ടല്ല, യഥാർത്ഥ ദൈവവുമായിട്ടാണ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും കണക്കൂട്ടുന്നത് നമ്മൾ ആദ്യം പ്രതിയോഗികളെ ഐഡൻറ്റിഫൈ ചെയ്യാം. ചിലപ്പോൾ അയൽവാസിയാകാം, ചിലപ്പോഴും നിൻ്റെ മേലാളനാകാം, ബോസാകാം കമ്പനിയിൽ, അല്ലെങ്കിൽ നിൻ്റെ മുൻ ശത്രുവാകാം. ഇവരെ കൺഫ്രണ്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ആ രീതിയിലാണ് നമ്മുടെ ജീവിതം എപ്പോഴും ക്രമീകരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടായിരിക്കത്തില്ല മൽപ്പിടുത്തം ഉണ്ടാകാൻ പോകുന്നത്. യേശാവുമായിട്ടൊരു മൽപ്പിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് യാക്കോബ് അതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് 30 ഒട്ടകങ്ങൾ, അതിൽ കറവയുള്ളത് 10 എണ്ണം. അത് ചേട്ടായിക്ക് കൊടുക്കാവുന്നു. സെറ്റിൽ ചെയ്യാൻ പോകുകയാണ്, വിഷയം സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. 200 കോലാടുകൾ, 10 മുട്ടന്മാർ, 200 ചെമ്മരിയാടുകൾ. ഇതൊക്കെ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ പകുതി നേരെ ചേട്ടായി കൊടുക്കാൻ പോവുകയാണ്. സമ്പത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. പണ്ടത്തെ ഒരു വിഷയം
സമ്പത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പോയി. എന്നിട്ട് തൻ്റെ ഓഹരിയും ചട്ടായിയുടെ ഓഹരിയും രണ്ടായിട്ട് മാറ്റും പുള്ളിക്കാരൻ. തൻ്റെ ഓഹരിയെ ബാക്കിലോട്ട് നിർത്തിയിട്ട് ചട്ടായിയുടെ ഓഹരി മുമ്പിലോട്ട് വിടും. എന്താണ്? അവിടെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ തൻ്റെ ഓഹരിയെ സേവ് ചെയ്യാൻ. വളരെ തന്ത്രം പിടിച്ച മനുഷ്യനാണ്, ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കണേ. യാക്കോബ് ഒരു യാക്കോബാണ്. ഇതിൻ്റെ കൂടെ 200 ചെമ്മരിയാടുകളുണ്ട്. പിന്നെ 40 പശുക്കൾ, അതിൽ കറവയുള്ളത് 10 കാളക്കുറ്റന്മാർ. 40 പശുക്കൾക്ക് 10 കാളക്കുറ്റന്മാർ. ഇത്രയും എണ്ണിപ്പെരുക്കിയാണ് മാറ്റണത്. ഇത്രയും മാറ്റിയിട്ട് ഈ വിഷയം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. യാക്കോബിന് ഏശാവിൻ്റെ സ്വഭാവം ഏറെക്കുറെ അറിയാം. അതുകൊണ്ട് ഇതുകൊണ്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാകുമെന്ന് നന്നായിട്ട് അറിയാം. ഈ 40 പശുക്കളെയും 30 ഒട്ടകങ്ങളെയും 400 ആടുകളെയും കാണുമ്പോൾ അവൻ പഴയതെല്ലാം മറന്ന് അനുജനെ ഉൾക്കൊള്ളുമെന്നറിയാം. അപ്പോൾ യാക്കോബിന് സന്തോഷമായി. അതാണ് അങ്ങനെ ഏശാവിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ കാലിക്കൂട്ടത്തെ മുമ്പേ വിട്ടിട്ട് അവൻ ആദ്യമായിട്ട് സമാധാനം അനുഭവിക്കുകയാണ്. ചട്ടായിയെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ട് അവൻ്റെ ഓഹരിയും കൊടുത്ത് യാത്രയ്ക്ക് മുമ്പോട്ട് പറഞ്ഞു വിട്ടിട്ട് ആദ്യമായിട്ടും യാക്കോബ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ദീർഘനിശ്വാസം അനുഭവിക്കുക. എന്താ? തൻ്റെ അവസാന ശത്രുവും പരാജയപ്പെടാൻ പോകുന്നു. ഇനി താൻ കിങ് ആവും. അതാണ് സംഭവം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഓരോ സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇന്ന സ്ഥലം കൂടി കിട്ടിയാൽ സമാധാനമായി, ഇന്ന കടം കൂടി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി. ഇങ്ങനെ ഓരോ വിഷയവും കഴിഞ്ഞാൽ സമാധാനമായി. അങ്ങനെ കഴിഞ്ഞ് സമാധാനം ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു പ്രതിനിധിയാണ് യാക്കോബ്. പക്ഷേ യഥാർത്ഥ സമാധാനം എന്താണെന്ന് അന്ന് രാത്രി യബോക്ക് നദിക്കരയിൽ വെച്ച് ദൈവം യാക്കോബിനോട് പറയും. യശാവിനെ സെറ്റിൽ ചെയ്യാൻ എൻ്റെ ഒരു വാക്ക് മതി. അതിന് നിൻ്റെ 400 ആടുകളും 30 ഒട്ടകങ്ങളും 40 പശുക്കളും ആവശ്യമില്ല. നീ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത് എന്നെയാണെന്ന്. നീ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത് ആരെയാണ്? എന്നെയാണ്. രാത്രിയിൽ പിന്നെ പിടുത്തവ. ദൈവത്തെ സെറ്റിൽ ചെയ്യാത്തിടത്തോളം കാലം മറ്റ് പല തന്ത്ര പരിപാടികളിലൂടെ ലോകത്തെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിടുത്തം നിനക്ക് പ്രതീക്ഷിക്കാം. കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം മനുഷ്യന്മാരും സമൂഹവുമായിട്ടുള്ള സെറ്റിൽമെൻറ്റിനെ കൊടുത്ത് ആലോചിക്കുന്നതിനേക്കാൾ ദൈവപൈതലെ നീ ഞാനും ദൈവത്തോടുള്ള ദൈവത്തോടുള്ള കടങ്ങളും കണക്കുകളും സെറ്റിൽ ചെയ്യുന്നതിനാണ് ഉടമ്പടി നിനക്കൊരവസരം തന്നിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം എന്താണെന്നറിയാമോ? ദൈവം നിൻ്റെ കടങ്ങൾ അന്വേഷിക്കുകയല്ല ചെയ്യണത്. യാക്കോബുമായിട്ടൊരു മൽപ്പിടുത്തത്തിൽ യാക്കോബിനെ ഒതുക്കാൻ പറ്റണില്ലെന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ ഒറ്റ വെട്ടണത്. എവിടെ വെട്ടും? എളിയിൽ വെട്ടും. എളിയിൽ വെട്ടിയിട്ട് എളി അരക്കെട്ടിൽ നിന്ന് അകന്നു പോകും. യാക്കോബ് മുടന്തും. ആരെങ്കിലും ഇങ്ങനെ പിടിക്കാതെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെ നിൻ്റെ എളി ഉളുക്കുകയും ആരെങ്കിലും കയറി പിടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ ആരെ പിടിക്കണം? നിന്റെ ദൈവത്തെ പിടിക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിൽ ആശ്രയിക്കാൻ, പ്രതിസന്ധികൾ ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിന്റെ കരം പിടിച്ചു മുന്നേറാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദിവ്യകാരുണ്യത്തിന് ചില സമയത്ത് നമ്മളുമായിട്ട് ദൈവം മൽപ്പിടുത്തം നടത്തും. ചിലപ്പോൾ നമ്മുടെ എളിയും ഉളുക്കിപ്പോയെന്ന് വരാം. യാക്കോബിൻ്റെ കഥ അല്ലേ ഇത്? യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തോട് മത്സരിക്കുകയും മത്സരിച്ച് ജീവിതത്തിൽ
വിശ്വാസ വിജയം നേടുന്ന എല്ലാവരുടെയും പേരാണ് ബൈബിള് യാക്കോബ് എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും കഥയാണത്. ഞാനിത് പറയാൻ കാര്യം എന്താ അറിയാവോ? എളി ഉളുക്കുക, സ്വന്തം കാര്യം നടക്കാൻ പറ്റാതിരിക്കുക എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഇന്നലെ ഒരു സാക്ഷ്യം ഇവിടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്താണ്? ഒരു ജൂഡ് ജോസഫിൻ്റെ സാക്ഷ്യം, കൂത്താട്ടുകുളം. എനിക്കിഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളിലൊന്നാണത്. അപ്പം അദ്ദേഹം ഒരു നോർമലായിട്ടുള്ള ഒരു ഓർഡിനറി കുടുംബമാണ്, പയ്യൻസാ. പക്ഷേ അദ്ദേഹം പഠനത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ പഠനം കൊണ്ടുപോകാൻ, ബിടെക് പഠനം കൊണ്ടുപോകാൻ പറ്റണില്ല. അതിനിടയ്ക്കൊരു വാഹന അപകടം ഉണ്ടായി, ഓർമ്മ പോയി. അതാണ് എളി ഉളുക്കുക കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു വിഷയത്തിന് തോക്കുക, നമ്മൾ സെറ്റ് ചെയ്തിരുന്നൊരു കല്യാണം പോവുക, ബാങ്കുകാരൻ തരാമെന്ന് പറഞ്ഞ ലോൺ തക്ക സമയത്ത് തരാതിരിക്കുക, ഇതെല്ലാം എളി ഉളുക്കണ പരിപാടിയാണ്. യാക്കോബിൻ്റെ മാത്രം കഥ അല്ല ഇത്, നമ്മുടെ കഥയാണിത്. നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. സെറ്റ് ചെയ്ത കല്യാണം പോവുക, ഇന്നലെ വരെ വിസ ഓഫർ ചെയ്തിരുന്ന ആൾ കൈമരത്തിൽ കാണിക്കുക, പെട്ടെന്ന് രാജ്യത്തിന് നിയമം മാറിപ്പോവുക, നമ്മുടെ ഏജ് ഓവർ ആവുക, നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യുക, ഇതെല്ലാം ഈ മൽപ്പിടുത്തത്തിൽ എളി ഉളുക്കണ പരിപാടികളാണ്. എന്തിനു വേണ്ടിയാണ്? അപ്പോഴേ എളി ഉളുക്കി കഴിയുമ്പോൾ യാക്കോബ് ഇരുട്ടത്ത് പറയണൊരു വാക്കുണ്ട്, നിന്നെ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? കൈ കൂപ്പിക്കൊണ്ട് കാര്യം പറയാനുണ്ട്. നീ ഇവിടുന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പോകണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവ്. ഒരു തകർച്ച നേരിടുമ്പോഴേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് പറഞ്ഞു തരും. നീ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയപ്പെട്ട സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ദൈവത്തോട് പറയും, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുതെന്ന്. കൈ അടിച്ച് കറുത്ത യൂണിവേഴ്സിറ്റി പരീക്ഷയല്ലേ, കൂട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ നീ കുറേ നേരം വെറുതെ ഇരിക്കണം ഞങ്ങളെ കണ്ടായിരുന്നു, പക്ഷെ ക്യാമറ ഉള്ളത് കാരണം നിന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. എളി ഉളുക്കുമ്പോൾ ആർക്കും മനുഷ്യന്മാർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടായ്മകൾ നിന്നെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് സമയം. അപ്പോൾ ആര് സഹായിക്കേണ്ടതാണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത്. ആരാണ്? ആ ദൈവം. അപ്പോഴേ ഇവനൊരു തീരുമാനം എടുക്കും. എന്താ? ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ, ഞാനൊന്നും എഴുതിയിട്ടില്ല, ഇനി ഞാൻ ജയിക്കുകയാണെങ്കിൽ അതെൻ്റെ കർത്താവായിരിക്കും എന്നെ ജയിപ്പിക്കണത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും, നീ ജയിക്കോടാ. അപ്പോൾ അവൻ അമ്മയോട് പറയും, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയണത്? ഞാൻ മല എഴുതിയെങ്കിലല്ലേ ജയിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചില അവിശ്വാസികൾ ചോദിക്കും, പിന്നെ എഴുതാത്ത പരീക്ഷ കർത്താവ് മാർക്ക് കൊടുക്കുമ്പോൾ കർത്താവ് കള്ളനാകുക. അതല്ല, നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ പരിശ്രമത്തിൽ ഇടറിവ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ടത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാനാവാത്ത ഒത്തിരി വിശ്വാസത്തിന് പ്രവർത്തനം ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യണത്? റിസൾട്ട് വരാൻ നേരത്തെ ഉടമ്പടി തൈലമെടുത്ത് കണ്ണിൽ തേക്കും. വിശ്വാസമില്ലാത്തവന് ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നും. അതവൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണവൻ. ഇനി കൂട്ടുകാരായിരിക്കും അതിന് റിസൾട്ട് പിടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് ചെവിയിലൂടെ വരുന്നത്. അതുകൊണ്ട് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ചെവിയിലും തേക്കും. ഒരു ബിടെക് സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അവൻ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അത് ചെയ്യണത്? അല്ല, ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് വേറെ ദൈവമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ആരുമില്ല, അത് പ്രഖ്യാപിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, ദൈവമില്ലാതെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, മറ്റൊരുത്തരിൽ രക്ഷയില്ല, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്. അങ്ങയോട് തുലനം ചെയ്യാൻ മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞേ. ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. അധരം കൊണ്ട് പറയണം, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ?
ഇപ്പം ജൂഡ് ജോസഫിൻ്റെ സാക്ഷ്യം അറിയാമല്ലോ, നിങ്ങൾ നോക്കണത് എന്താ? അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. കാര്യം അപകടം വന്ന് തലച്ചോറ് കുടുങ്ങിപ്പോയ ആളാണ്, ഓർമ്മ പോയി. ആ ആൾക്ക് കർത്താവ്, നിൻ്റെ ഓർമ്മ പോകുമ്പോൾ കർത്താവ് നിനക്ക് പകരം ഓർമ്മയായി മാറും. കൈയിടിച്ച് കർത്താവ് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതാണ് ഇന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. 48 വയസ്സുള്ള ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അവരെ പരീക്ഷ എഴുതുന്ന പരീക്ഷയുടെ അവരുടെ കാലം കഴിഞ്ഞു. ഒരു 38-35 വയസ്സാകുമ്പോഴത്തേന് പരീക്ഷാക്കാലം കഴിയും. കാര്യം ഒന്നാമത്തിൽ പുതിയ തലമുറ നിങ്ങൾക്കറിയാമല്ലോ, പുതിയ തലമുറയുമായിട്ട് ആർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഷാർപ്പ് ഇൻ്റലിജൻറ്റ്, അപ്പാര മെമ്മറി. കാര്യം നമ്മുടെ മക്കളാണവർ. ഈ 48 വയസ്സുകാലത്തിലെ മക്കളെന്ന് പറയണത് അമ്മയേക്കാൾ ഡബിൾ മെമ്മറിയാണ്. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി നമ്മുടെ മക്കളാകുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാകുമ്പോൾ അതിനേക്കാൾ ഷാർപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മനസ്സിടിയാണ്, ഞാൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കുമോ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറഞ്ഞില്ലേ, കേട്ടില്ലേ? അത് ഞാനതാണ് കേട്ടത്. കമ്പ്യൂട്ടർ പണ്ടേ അവർക്ക് മെമ്മറി കുറവാണ്, അവർക്ക് ആത്മവിശ്വാസമില്ല. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. പിന്നെ ആരാണ്? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകുമ്പോൾ കർത്താവിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ആകും. സുധിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി ഹല്ലേലൂയ. ഈശോയേ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുന്നൂറ് സാക്ഷ്യങ്ങളായി. എല്ലാവർക്കും ചോദിക്കണം, ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത്. കൃപാസനത്തിൽ ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ 2 കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ സംഭവിച്ചത് എന്താണ്? ഉടമ്പടിയാണ് സംഭവിച്ചത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിന്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ. ജനങ്ങളുടെ അനുഭവമാണ് നമ്മുടെ അടിത്തറ. ഇപ്പം രാഷ്ട്രീയ പാർട്ടിക്കാർ പറയും ജനങ്ങളാണ് ഞങ്ങളുടെ അടിത്തറയെന്ന്. കൃപാസനത്തിൻ്റെ അടിത്തറ എന്താ? ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ദൈവാനുഭവമാണ്. ആരെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞാലും ദൈവാനുഭവം ഉള്ളവരത് മറന്നു പോവുക. അവർ വെൽത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. നമ്മുടെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്താ? ദൈവാനുഭവമുള്ള 10,000 മനുഷ്യരാണ്. സ്തുതികളെ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, എല്ലാ ആരോപണങ്ങളെയും കർത്താവിന് സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകണമേ. ദൈവത്തിന്റെ മാഡം അവിടുത്തെ എഡിറ്റർ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അവർ പല ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. ഒരു ചോദ്യം ഇതാണ്, ഫാദർ ആശുപത്രി പോയത് എന്തിനാണെന്ന്. എനിക്ക് ശരിയൊന്നും പോയി. ഞാൻ പറഞ്ഞു ഇപ്പോൾ പോയതല്ലല്ലോ, ഞാനൊരു 6 മാസം കുടുംബം ആശുപത്രി പോകാറുണ്ട്. ഇവരാരും അറിയണില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് വാർത്തയാകണില്ല. ഇപ്പോൾ ഒരു വാർത്തയാക്കിയതല്ലേ, അത് സന്തോഷമേ ഉള്ളൂ. എന്താ കാര്യം? അതൊരു മാതൃകയാണ്. ഞാൻ ഒരു പ്രിക്കോഷൻ എടുക്കാതല്ലേ എല്ലാ ആൾക്കാരുടെ അടുത്ത് ഇടപെടുന്നത്. കുറച്ചാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കും, ആശുപത്രി പോവും. സഭ നമുക്കറിയാം, അതൊരു മാതൃകയാണ്. എന്താണ്? നമുക്ക് അസുഖമുണ്ടായാൽ നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയാണ്? ആശുപത്രിയിലാണ് പോകേണ്ടത്. അതാണ് പ്രഭാഷകൻ എഴുതിയിരിക്കുന്നത്. വൈദ്യനെ ബഹുമാനിക്കുക. അവന് അധികാരം കൊടുത്തത് കർത്താവാണ്. വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യുന്ന സമയങ്ങളുണ്ട്. പ്രഭാഷകൻ 38:13. വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യുന്ന സമയങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? വൈദ്യൻ്റെ കയ്യിൽ വിജയം സ്ഥിതി ചെയ്യാത്ത സമയവും ഉണ്ട്. കൃപാസനത്തിൽ വരുന്നവരാണ്. ഒരു പനി പിടിച്ച് ഒരേ ആൾക്കാർ കൃപാസനത്തിൽ വരികയാണ്? അല്ല. എല്ലായിടത്തും പോയി തകർന്ന് പണവും തീർന്ന് ജീവിതവും തീരുമ്പോൾ അവസാന അഭയമായിട്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രേമിക്കുന്നവരുടെ ആയിരക്കണക്കിന് സൗഖ്യങ്ങളല്ലേ. ഇന്ന് സൗഖ്യത്തിന് വില കുറവുണ്ടാവും. ഇന്നത്തെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസത്തേക്കാളും ഇരട്ടിയായി ഇപ്പോൾ സാക്ഷ്യങ്ങൾ. കാര്യം ഞാൻ എപ്പോഴും എല്ലാവരോടും എന്നോട് ചോദിക്കുക, അച്ഛാ ഓരോരുത്തരും ഓരോ കാര്യവും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, അമ്മ എന്നാ പറയണമെന്ന് നോക്കട്ടെ എന്ന് പറയും. എന്താ കാര്യം? അമ്മയല്ല തീരുമാനിക്കേണ്ടത്. അമ്മ സാക്ഷ്യം കുറച്ചാൽ ഞാൻ ഈ സംഭവം പൂട്ടും. വേറെ ലോകം മൊത്തം ഇടിഞ്ഞു വീണാലും
കൃപാസനത്തിന് തൊഴാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇത് അമ്മ സ്ഥാപനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ നിങ്ങളുടെ പാപങ്ങൾ, കുമ്പസാരിക്കാൻ വരുന്നവരുടെ പാപങ്ങൾ യേശുനാമത്തിൽ മോചിക്കും. അതിൽ വരങ്ങളും കൃപകളും ഇതുപോലെ എന്തിനാണ്? സഭയെ കെട്ടിപ്പടുക്കാനുള്ളത് കൊണ്ടാണ്. അതാണ് 1 കൊറിന്ത്യൻസ് 12:7. ഇങ്ങനെയുള്ള എല്ലാ രോഗശാന്തി വരങ്ങളും എന്തിനുള്ളതാണ്? പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, വ്യക്തിപരമായ ഉപയോഗത്തിനുള്ളതല്ല. പൊതു നന്മയ്ക്ക് വേണ്ടി എന്നതാണ്? സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്. ഇതറിയാൻ പാടില്ലാത്തവർക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വലിയ ബോധ്യങ്ങള്, പ്രബോധനങ്ങള്, ഉൾക്കാഴ്ചകൾ നൽകുന്നതിന് ഞങ്ങളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പഠനങ്ങള് ഞങ്ങളെ ബോധ്യപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. ശരീരത്തിൻ്റെ അലർജികൾ, ശരീരത്തിൻ്റെ പാടുകൾ മാറിപ്പോകുന്നത്. പാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി കളർ ചേഞ്ച് വരുന്നത്. അത്രയ്ക്ക് ദൃശ്യമാകാത്ത വളരെ പ്രൈവറ്റായിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഗുരുതരമായ രോഗങ്ങളിലേക്ക് ബാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. മാരക രോഗങ്ങള്, തീരാവ്യാധികള്, അട്ടുന്ന വിഷമതകള്, പ്രാർത്ഥിക്കുന്നവര് ഹല്ലേലൂയ. അസ്ഥിരോഗികള്, പേശിരോഗികള്, അസ്ഥിരോഗികള്, പേശിരോഗികള് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, എല്ലാ അസ്ഥിരോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. എല്ലാ പേശിരോഗികളെയും വാദരോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലതു കരത്താൽ എല്ലാ വാദരോഗങ്ങളും അസ്ഥിരോഗങ്ങളും അസ്ഥി ഉരുക്ക രോഗങ്ങളും യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ ഞാൻ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ, ഒത്തിരിയേറെ പ്രായമായിട്ട് വിവാഹം ആഗ്രഹിച്ചിട്ടും നടക്കാത്തവരെ, നടത്തിക്കൊടുക്കാൻ ആളില്ലാത്തവരെ, പരിശുദ്ധമേ ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയെ ഏൽപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ വൈദ്യശാസ്ത്രത്തിലെ ആ വിഷയത്തിലെ ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാത്തവരെ, ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികളെ ധരിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വചനത്തിന്റെ ശക്തിയാൽ മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കട്ടെ. മക്കളെ ജോലിയില്ലാത്തവർ അച്ഛനത് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് 101% നിങ്ങൾക്കത് കിട്ടണമെന്നുള്ള ആത്മാർത്ഥയോടെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ല ചട്ടപ്പടി പ്രാർത്ഥന സമ്പ്രദായികമായിട്ട് പോണതല്ല. ഇവിടെ വന്ന് കണ്ണുനീരിടുന്ന ജോലിയില്ലാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്വന്തം കാര്യം വരെ ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ള മുമ്പിൽ നമ്മൾ അപമാനിതനാകും. നമ്മുടെ ജീവിതത്തിന് ആശ്രയി ജീവിക്കുന്നവരുടെ ജീവിതം എല്ലാം വിഷമത്തിലാകും. ഇങ്ങനെ കുറേ ദുരന്തങ്ങളുണ്ട്. നമ്മളെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ട് നിസ്സഹായനായി നിൽക്കുകയാണ്. അവിടെ ദൈവത്തിനൊരു ഇടമുണ്ട്. ആ ദൈവ ഇടം വിശ്വാസം കൊണ്ടാണ് നമ്മൾ നേടുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലി ഇല്ലാത്തവരെ
അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഉള്ള ജോലി കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിത നിലവാരങ്ങളെ ആശീർവദിക്കണമേ. അവരുടെ കഴിവിനേക്കാൾ കൂടുതലാണ് അവരുടെ കുടുംബത്തിന്റെ ആവശ്യമെങ്കിൽ കർത്താവേ, അവരോട് കരുണ തോന്നണമേ, അവിടെ നിലനിർത്തണമേ. സ്തുതിക്കട്ടെ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ കരുണ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അങ്ങേ മക്കളുടെ മേല്, വിദൂരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് അഭിഷേകമായി തീരണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി വെച്ചുള്ള വിഷയങ്ങളെല്ലാം ഓർക്കുക. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന ശരീരത്തിൽ നീര് കെട്ടുന്നവര്, ഉദര രോഗികള്, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗികള്, വ്രണങ്ങൾ വന്നിട്ട് പൊറുക്കാതെ നിൽക്കുന്നത്, അതിൻ്റെ പേരിൽ ശരീരം തളരുന്നവര്, പ്രഷർ കയറിയുടെ ഉറക്കം നഷ്ടപ്പെടുന്നവർ, ഷുഗർ രോഗികൾ, ഇവിടെയുള്ള അപാലവൃദ്ധ ജനങ്ങളല്ല മാത്രമല്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ അലർജി നീർക്കെട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ ദുരിതങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, തത്സമയ കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ, ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് മാറിപ്പോട്ടെ. നേർച്ചവെച്ചെടുക്കുക. സമാപന ആശീർവാദം. ഓർക്കുക, ഉടമ്പടി ചെയ്യുന്നവരെ ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഒരു മാസം കൃപാസനത്തിൽ വരാവൂ. നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 6 നിബന്ധനയാണ് നമ്മൾ എഴുതുന്നത്, മാതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. 6 പ്രാർത്ഥന കൂടാതെ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് 6ഉം 5 പ്രാർത്ഥനയും നിങ്ങൾ യൂട്യൂബിലാണ് കൂടേണ്ടത്. 1 ഷാലോം TV-യിൽ. ഈ മാസം അവസാനമാകുമ്പോൾ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഗുഡ്നസ് TV-യിലും കൃപാസനം ഉടമ്പടി ധ്യാനം ഉണ്ടായിരിക്കുന്നതാണ്. അത് അടുത്ത പത്രത്തിൽ അതിൻ്റെ കറക്റ്റ് ടൈമിങ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് 2 ധ്യാനങ്ങൾ, 1 ഷാലോമിലും 1 ഡിവൈനിലും കൂടാൻ പറ്റും. ബാക്കി ധ്യാനങ്ങൾ നമ്മൾ യൂട്യൂബിലാണ് കൂടേണ്ടത്. യൂട്യൂബിൽ ധ്യാനം കൂടിയവരുടെ എന്തൊരു ആരാധന അനുഭവങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇന്ന് തന്നെ സന്ധ്യയ്ക്കുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബാക്കി എല്ലാ അറിയിപ്പുകളും ബ്രദർ നൽകും. നിങ്ങൾ സമാപന ആശീർവാദമാണ്. ചോസ്തി ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit. Touch fire fingers, soak with the precious blood. Lord Jesus Christ, pour out His Spirit. The fire fingers, soak with the precious blood. I cast this son of cast from you, by God the Father Almighty, who made heaven and earth and the country. Let the divine His power, divine legions, sages, across the nations, be dispelled unto the Father. Let me bless Him, bringing health in body and mind, peace and calm family. And the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless and hallow this service. ദൈവകൃപാന ഉയർത്തി ആശീർവാദം. പൊന്നും ഒക്കെ കഴുത്തിലുള്ളവരെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചില ഇഷ്യൂസ് ഉണ്ടാവും. കള്ളന്മാരൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ, ആൾക്കാർ കൂടുന്ന സ്ഥലത്ത്.
4 പ്രാർത്ഥനകൾ, 4 ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കിയിട്ടുള്ള സഹോദരങ്ങൾ വരെയുണ്ട്. ഇന്ന് വരെ അച്ഛൻ്റെ ഒരു കയ്യൊപ്പ് പ്രാർത്ഥന അവർക്ക് കിട്ടിയിട്ടില്ല. അവരെ ഇന്ന് പ്രഥമ ആദ്യ പരിഗണന നൽകി അവരെ കാണുന്നതായിരിക്കും. എല്ലാ ദിവസവും തിങ്കൾ ചൊവ്വ നമുക്ക് ഉടമ്പടി ഉപവാസ ആരാധനയാണ്. എല്ലാ ദിവസവും ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എല്ലാ ദിവസവും ഉടമ്പടി പുതുക്കുകയും ചെയ്യും. എല്ലാ ദിവസവും പുതിയ ഉടമ്പടി, ബുധൻ തൊട്ട് ഞായർ വരെ എല്ലാ ദിവസവും പുതിയ ഉടമ്പടി എടുക്കാൻ അവസരവുമുണ്ട്. ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കൾ കർശനമായിട്ട് അതിൻ്റെ നിബന്ധന കറക്റ്റ് ചെയ്ത് പോവുക. ദൈവത്തോടുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ബാക്കി ദൈവം വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്ത് നിന്നെ സാക്ഷിയാക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. യാക്കോബ് പറഞ്ഞതുപോലെ, കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രതിസന്ധികളും ജീവിത ദുരിതങ്ങളും ഉടമ്പടിയില് പരിശുദ്ധമ്മ വഴി ഈശോയോട് സമർപ്പിച്ച നിയോഗങ്ങളും എല്ലാം ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. വിദൂരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരും മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇത് അത്ഭുതങ്ങൾ പെയ്തിറങ്ങുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യ